ഭാഗവതത്തിൽ കൃഷ്ണാവതാരം വരുമ്പോൾ പറയും, ഭക്തി ഉള്ളവരെ സംബന്ധിച്ച് ദുരിതങ്ങളുടെയൊക്കെ തീവ്രത വളരെ കുറവാണ്. അത് പറയാനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, നല്ല മഴയുള്ള സമയത്ത് ഇപ്പം ഇതുപോലുള്ള പൂഴി മണലുള്ള സ്ഥലത്ത് ഒരു പശുക്കുട്ടി നടന്നു പോയാൽ അതിൻ്റെ കാലിൻ്റെ കുളമ്പ് അടിയിൽ മണ്ണിൽ ചവിട്ടുമ്പോൾ ഒരു ചെറിയൊരു അടയാളം ഉണ്ടാവും, കുളമ്പിൻ്റെ ഇല്ലേ, ഉണ്ടാവില്ലേ, പതിയും. അതിൽ വെള്ളം മഴ പെയ്താൽ നിന്നാൽ ഇത് കടക്കാൻ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇത് നടക്കുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കും അതിനെ? കാരണം അത്ര നിസ്സാരമാണ്. അതുപോലെയായിരിക്കും മനോബലമുള്ളവർക്ക്, നിരന്തര അനുഷ്ഠാനമുള്ളവർക്ക് ദുരിതങ്ങളൊന്നും ഏൽക്കാതെ പോകുന്ന പറയുന്നത്. അങ്ങനെ ഒരു മാനസികാവസ്ഥ മനുഷ്യർക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈശ്വരൻ അനുഗ്രഹിച്ച് തന്നിരിക്കുകയാണ് ജീവിതത്തെ. അപ്പോൾ ഒരാൾ ദുരിതം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദുരിതങ്ങളുടെ പ്രശ്നമല്ല ദുരിതം, അതിനെ മറികടക്കാനുള്ള, അതിനെ തരണം ചെയ്യാനുള്ള ഒരു മനോബലത്തിലേക്ക് മനസ്സിനെ അവർക്ക് ഉയർത്താൻ പറ്റിയിട്ടില്ല, പണിയെടുത്തിട്ടില്ല. നമ്മൾ ബാഹ്യമായി പ്രാർത്ഥിച്ചു പോയി, അതാണ്ടായത്. അപ്പം അതുകൊണ്ട് ബാഹ്യമായി പ്രാർത്ഥിക്കാനല്ല ഭാഗവതം പറയുന്നത്, ആന്തരികമായി പരിശീലിക്കാനാണ് പറയുന്നത്. നിരന്തരമായ ഒരു അനുഷ്ഠാനം കൊണ്ടു നടന്ന് മനസ്സിനെ കരുത്തുള്ളതാക്കി തീർത്താൽ മാത്രമേ ഈ ദുരിതങ്ങളുടെ തീവ്രത കുറയുകയുള്ളൂ.